ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ്, ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും സുഹൃത്താണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഇദ്ദേഹം ബിഗ് ബോസിലോട്ട് പോയത്. എന്നാൽ വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഇതുവരെ കളിച്ചത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വന്ന് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് ലാസ്റ്റ് വാണിംഗും കൂടി സായി കൃഷ്ണയ്ക്ക് കിട്ടിയിരിക്കുന്നു. ഇതും ഇദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയുന്ന ആരാധകരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. എന്തോ അദ്ദേഹത്തിന് ഈ ഗെയിം ഒരുപക്ഷെ റിവ്യൂ ചെയ്യുന്നതിനുപരിയായി ഇത് കളിക്കാനുള്ള ശേഷി ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് അഖിൽമാരാർ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സിനിമയെ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഷോർട്ട് ഫിലിം എങ്കിലും എടുത്ത് കാണിക്കാൻ പ്രാപ്തിയുള്ളവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇൻട്രോവേർട്ടായിട്ടുള്ള പല ആൾക്കാരും ഒരു മൊബൈൽ ഫോണും റൂമും നെറ്റും കിട്ടിക്കഴിഞ്ഞാൽ സിനിമയെ വലിച്ചു കീറി ഒട്ടിച്ച് പണ്ടാരം അടക്കി വെക്കും. പക്ഷേ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാനുള്ള ശേഷി ഈ പറഞ്ഞ പ്രമുഖ റിവ്യൂവേഴ്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊന്നുമില്ല. ഇവിടെ സായി കൃഷ്ണ കാണിച്ച ഏറ്റവും വലിയ ഒരു തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ജാസ്മിൻ ജാഫറുടെ വാപ്പ ബിഗ് ബോസിൽ വിളിച്ചപ്പോൾ ഏറ്റവും അധികം അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുകയും ഏറ്റവും അധികം അത് ചർച്ചയാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ലക്ഷങ്ങളാണ് അത് കണ്ടത്. ആ വ്യക്തി തന്നെ അകത്ത് പോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നു. അങ്ങനെ ഒരു വലിയ മണ്ടത്തരം കാണിക്കുന്നു. അത് ഒരു സ്ട്രാറ്റജിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അവകാശപ്പെടുന്നു. ഇപ്പോഴിതാ ഒരുപക്ഷെ ജാസ്മിനോടാവാം, അതോ ഇനി മറ്റാരോടാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ലാസ്റ്റ് വാണിംഗും കിട്ടിയിരിക്കുന്നു. പുറത്തെ കാര്യങ്ങൾ വീണ്ടും പറയാൻ ശ്രമിച്ചിരിക്കുന്നു. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആരാധകരെ തീർത്തും നിരാശയിലെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ധാരാളം ആൾക്കാരാണ് പ്രതീക്ഷ വെച്ചത്. അത്തരക്കാരെയൊക്കെ നിരാശയുടെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ഒരു പ്രകടനമാണ് നിലവിൽ സായി കൃഷ്ണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് മടങ്ങി വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ പിഴവ്, സ്വാഭാവികമായിട്ടും പിഴവുണ്ടാകും. ഇനി ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും സ്പോട്ടിൽ എവിക്റ്റ് ചെയ്ത് പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി സായി കൃഷ്ണയുടെ ദിവസങ്ങൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ആത്മവിശ്വാസത്തോടെ കളിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. കാരണം കളിയിലേക്ക് ഇറങ്ങാൻ പുള്ളിക്ക് ഇതുവരെ സാധിച്ചില്ല. അതിനുള്ള ശ്രമം പുള്ളി നടത്തിയിട്ടില്ല. ഇപ്പോൾ പരസ്യമായി രണ്ടാമത്തെ വാണിംഗ് കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ പുള്ളി മാനസികമായി തകരാനാണ് ചാൻസ്. മറ്റുള്ളവരെ കളിപ്പിക്കുമെന്നും അവരെ മാനസികമായി തകർക്കുമെന്നും ഒക്കെ അവകാശപ്പെട്ട സായി കൃഷ്ണയ്ക്ക് സ്വയം മാനസികമായി തകരേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ സായിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതായത് യാസ്മിൻ ഗബ്രി ഉൾപ്പെടെ ഉള്ളവരോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവരുടെ പുറംപൂച്ച് വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിരവധി ആരാധകർ വരുമായിരുന്നു. എന്നാൽ അതിനൊന്നും അദ്ദേഹത്തിന് സാധിച്ചു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റു മത്സരാർത്ഥികളുമായി കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കാതെ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകേണ്ടുന്നൊരു അവസ്ഥ സായി കൃഷ്ണയ്ക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അദ്ദേഹത്തിൻ്റെ ആരാധകരെയും ഇഷ്ടപ്പെടുന്നവരെയും നിരാശയുടെ പടുകുഴിയിലോട്ട് തള്ളിയിടാനുള്ള പ്രധാന കാരണം ഈ ഷോ കളിക്കാൻ അദ്ദേഹം പഠിച്ചിട്ടില്ല, റിവ്യൂ ചെയ്യാൻ അദ്ദേഹം നന്നായി പഠിച്ചിരിക്കുന്നു. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.